ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഈ നോമ്പുകാലമൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ, അതേസമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരളവിൽ നമുക്ക് 2 ഗ്ലാസ് ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് 1 ലിറ്റർ ആണെങ്കിൽ 4 ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് പാലിൻ്റെ അളവ് കൂട്ടിയാൽ മതി. പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് റവയാണ്. ഇവിടെ 2 ടേബിൾ സ്പൂൺ റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാര വേണം, അതേപോലെ കുറച്ച് നട്ട്സ് വേണം. ഇവിടെ ഞാൻ പിസ്ത, കാഷ്യൂ, അതേപോലെ കുറച്ച് റോസ്റ്റഡ് ബദാം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വാനില എസൻസ്. വാനില എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ പാല് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാല് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ റവയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരളവിൽ എടുത്താൽ മതി. ഇത് നമ്മൾ ഡ്രിങ്ക്സ് ആയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത് ഡ്രിങ്ക് ആയിട്ട് കഴിക്കുമ്പോൾ അധികം കട്ടി ആവശ്യമില്ല. അപ്പോൾ ആ ഒരളവിൽ 1/2 ലിറ്റർ പാലിന് നമുക്ക് 2 ടേബിൾ സ്പൂൺ റവ മതി. റവ പെട്ടെന്ന് തന്നെ വേവും. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ റവ നന്നായിട്ട് വെന്തോളും. അതിനുശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് പൊടിച്ചു വെച്ച നട്ട്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ നട്ട്സൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഒരു 2-3 മിനിറ്റ് നേരം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. ഇവിടെ 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. നമ്മൾ 2 ടേബിൾ സ്പൂൺ റവ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കട്ടി കൂടും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മതിയാവും. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് തണിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം. എങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് നട്ട്സ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മുകളിലിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ ഈ ഒരു നോമ്പ് കാലത്ത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്